യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനങ്ങളെ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഇസഹാക്കിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ളതായ വളരെ പ്രധാനപ്പെട്ട ആത്മീക ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ഇസഹാക്കിൻ്റെ ഇളയ മകനായ യാക്കോബ് താൻ ജ്യേഷ്ഠാവകാശത്തിന് കൊടുക്കുന്നതായ വലിയ പ്രാധാന്യം, ആത്മീയ നന്മകൾക്ക് കൊടുക്കുന്നതായ വലിയ പ്രാധാന്യം, അത് അവങ്കിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ ഭവനത്തിൽ നിൽക്കുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യത്തിലേക്ക് വന്നതായ യാക്കോബ് തൻ്റെ പിതാവിൻ്റെ ഭവനം വിട്ട് തൻ്റെ അമ്മാവൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു എന്നും നമുക്ക് കാണുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങളാണ് വായിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിൻ്റെ 10 വാക്യം വായിക്കാം. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. 12 വാക്യം. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടെ കയറുകയും ഇറങ്ങുകയും ആയിരുന്നു. ഈ 28 അധ്യായം അതിൻ്റെ 10 വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും യാക്കോബ് പുറപ്പെട്ടു. അവൻ ഹാരാനിലേക്ക് പോയി. എന്തുകൊണ്ടും ഈ ഹാരാൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതായ ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. അബ്രഹാമിൻ്റെ ആ ജീവചരിത്രം തുടങ്ങുന്ന ഭാഗത്ത് ഹാരാൻ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രാരംഭമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിന് കൊടുത്തതായ ഒരു ആത്മീക ഡയറക്ഷൻ, ഒരു ദിശയുണ്ടായിരുന്നു. ആ ദിശ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതായിരുന്നു. അതും വിശ്വാസത്താലുള്ള യാത്ര. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു, അബ്രഹാമിൻ്റെ യാത്ര വിശ്വാസത്തിൻ്റെ യാത്രയായിരുന്നു. ദൈവം എന്തെങ്കിലും കാണിച്ചിട്ടല്ല അവൻ യാത്ര ചെയ്യുന്നത്, മറിച്ച് ദൈവം അവനോട് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന. അബ്രഹാമിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തെ വിശ്വസ്തനെന്നുവാൻ അബ്രഹാമിന് സാധിച്ചിരുന്നു. നമ്മുടെയും ക്രിസ്തീയ ജീവിത യാത്ര അഥവാ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിത യാത്ര എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നതെന്ന് അപ്പോസ്തലന്മാർ തന്നെ വളരെ സധൈര്യം ഘോഷിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് ദൈവത്തിൽ നിന്നും പ്രാപിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. നോക്കൂ, നമ്മുടെ ഭവനങ്ങളൊക്കെ എത്ര മനോഹരമായ ഭവനങ്ങളാണ്. അതേ, പിതാവും മാതാവും ഭർത്താവും ഭാര്യയും മക്കളുമുള്ളതായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ. പക്ഷെ ഈ ഭവനങ്ങളെല്ലാം തന്നെ നമ്മൾ താമസിക്കുന്നത് പരസ്പരമുള്ള വിശ്വാസത്താലാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും, അത് കുടുംബ ബന്ധങ്ങളാണെങ്കിലും സാമൂഹ്യ ബന്ധങ്ങളാണെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ബന്ധങ്ങളാണെങ്കിൽ പോലും എല്ലാം വിശ്വാസത്തിൻ്റെ ബന്ധങ്ങളാണ്. എന്ന് പറയുന്ന പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറയുന്നതായ കാര്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നതായ കാര്യം, നാം വിളിച്ചവനായ ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണുവാൻ കഴിയണം. ഇവിടെ ഇസഹാക്കും റിബേക്കയും ആണ് യാക്കോബിനോട് പറയുന്നത്, ഇന്ന സ്ഥലത്തേക്ക് നീ പോകണം. വളരെ വ്യക്തമായി പറയുന്നു, അവൻ്റെ അമ്മാവൻ്റെ ഭവനത്തിലേക്ക് നീ കടന്നു പോകണം. അവിടെ ചെന്ന് അമ്മാവൻ്റെ മക്കളിൽ ഒരാളെ നിന്റെ ഭാര്യയായിട്ട് എടുക്കണം. വളരെ വ്യക്തമായിട്ടല്ല പറയുന്നത്. യാക്കോബ് അതനുസരിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൻ പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പിതാവിനോട് പറഞ്ഞിട്ടുള്ളതായ വളരെ വ്യക്തമായ നിർദ്ദേശം അതേപോലെ തന്നെ യാക്കോബ് പാലിക്കുകയാണ്. ഇന്ന് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വ്യക്തതയോടുകൂടെ നിൽക്കണം. ദൈവം നമ്മളോട് പറയുന്നതിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയണം. നമുക്കറിയാം, ഒരു സ്ഥലത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ വളരെയധികം സഹായിക്കുന്നത് ചൂണ്ടുപലകളാണ്. ഉദാഹരണത്തിന്, ഞാൻ കോട്ടയത്തുനിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയാണ്.
എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് ചൂണ്ടുപലകകളാണ്. അത് എങ്ങോട്ട് തിരിയണം, എവിടേക്കാണ് യാത്ര, എത്ര കിലോമീറ്ററുകളുണ്ട് എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്നു. ഇന്ന് നമുക്കറിയാം ഗൂഗിൾ മാപ്പിൻ്റെ ഒരു കാലമാണ്. ആളുകൾ ഇന്ന് ചൂണ്ടുപലകകളെ ആശ്രയിക്കാറില്ല. പക്ഷേ ഈ ഗൂഗിൾ മാപ്പുകളെ വളരെയധികം ആശ്രയിക്കുന്നു. എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത് ഒരു ദിശാബോധമാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം, എവിടേക്ക് തിരിയണം, വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ മറ്റൊരു വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, വഴി ഏതാണെന്ന് അറിയാതിരിക്കുമ്പോൾ എങ്ങോട്ട് തിരിയണം എന്നുള്ളതിന് ഒരു വ്യക്തമായ സന്ദേശം ദൈവം നമുക്ക് തരുമെന്നുള്ള ആ ഉറപ്പ് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ കാലടികൾ, അത് വിശ്വാസത്തോടെയുള്ള കാലടികൾ, അത് തെറ്റത്തില്ല. അവൻ വളരെ വ്യക്തമായി തൻ്റെ പിതാവ് പറഞ്ഞതുപോലെ, ദൈവത്താൽ പ്രചോദിതനായി തൻ്റെ പിതാവ് പറഞ്ഞതുപോലെ അവൻ യാത്ര തിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തിൻ്റെ വചനമായിരിക്കണം നമ്മുടെ മാനദണ്ഡം. അതുകൊണ്ടാണ് നാം വചനം വായിക്കേണ്ടത്, വചനം കേൾക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് കൂടുതൽ ആളുകളും വചനത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. അവർ അവരുടെ ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി മാത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തെ ആശ്രയിക്കുന്നത്. ഞാൻ അനേക ആളുകൾ ചെയ്തത് കണ്ടിട്ടുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് വാക്യങ്ങൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു നറുക്കെടുക്കുന്ന പോലെ വാക്യമെടുത്തിട്ട് അവ നമ്മൾ സൂക്ഷിക്കുന്നതായ, അല്ലെങ്കിൽ അവ നമ്മൾ ശ്രദ്ധിക്കുന്നതായ പതിവുണ്ട്. പക്ഷേ അതല്ല നമുക്ക് വേണ്ടത്. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടുകൂടെ വായിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങളെ നമ്മൾ ഗ്രഹിക്കുകയും ചെയ്യണം. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നതായ ആത്മാവാണ്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇസ്ഹാക്കിനെ പോലെ നമുക്കും ദൈവശബ്ദത്തിന് കാതോർത്ത് റൈറ്റ് ഡിസിഷൻസ്, ശരിയായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെ വഴിയിൽ ദൈവമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും പാതകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. ജീവിതത്തിൻ്റെ ഏത് ഒറ്റപ്പെടലുകളാണെങ്കിൽ പോലും ദൈവം നിന്നോടുകൂടി ഇരിക്കുകയും നിന്നെ സഹായിക്കുകയും ചെയ്യും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ശരിയായ ദിക്കിലേക്ക് യാത്ര ചെയ്യുവാനും ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് എത്രത്തോളം സഹായകമാണെന്ന് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കനിടയായി തീർന്നതിനായി നന്ദി പറയുന്നു. ഇനി വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവമേ, ജീവിതത്തിൽ ഓരോരുത്തർക്കും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിപ്പാൻ, ദൈവത്തെ പൂർണ്ണമായും അവർ അനുസരിപ്പാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.